ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ സ്നേഹബഹുമാനമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, സെപ്റ്റംബർ മാസം പ്രത്യേകിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഒരു മാസത്തിൽ പരിശുദ്ധമ്മയുടെ ജന്മതിരുനാളിന് വേണ്ടി നാം പ്രത്യേകിച്ച് ഒരുങ്ങുകയാണ്. അമ്മയുടെ തിരുസന്നിധിയിൽ ഈ ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെയും ഞങ്ങളുടെ നാടിനെയും ഒരു കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ എന്ന്. രോഗികളായിട്ടുള്ള എല്ലാവർക്കും സൗഖ്യം നൽകുന്നവനാണ് കർത്താവ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കാണുന്നുണ്ട്. യേശുനാഥൻ സിനഗോഗിൽ പഠിപ്പിച്ചതിന് ശേഷം പത്രോസിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. പത്രോസിൻ്റെ അമ്മായി അമ്മ പനി ബാധിച്ച് കിടക്കുമ്പോൾ ഈശോയോട് ശിഷ്യന്മാർ പറയുന്നു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഈശോനാഥൻ ആ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. പിന്നീട് ആ സ്ത്രീ അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധമ്മയിലൂടെ ഈശോയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹവും കാരുണ്യവും സൗഖ്യവും ഞങ്ങൾക്ക് നൽകണമേ എന്ന്. ഈ വിശുദ്ധമായ ബലിയും ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാം. മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷമോ വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ ക്ഷമിച്ചുകൊണ്ട് ഈ ബലിയർപ്പണത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ബലവാനായ ദൈവമേ, നന്മയായ സകലതും അങ്ങയുടേതാണല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേ നാമത്തോട് സ്നേഹം നിറയ്ക്കണമേ. ആത്മീയ വളർച്ചയാൽ നല്ലവയെല്ലാം ഞങ്ങളിൽ പരിപോഷിപ്പിക്കുവാനും പരിപോഷിപ്പിച്ചവ ജാഗ്രതയോടുള്ള പഠനത്താൽ കാത്തുപാലിക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന
അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെയാണ്. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് എന്നും പറഞ്ഞു നടക്കുന്നത്? അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ച് തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തിയെ നിരീക്ഷിക്കുന്നു. കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും ബന്ധിതർക്ക് മോചനം പ്രഖ്യാപിക്കാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4.
38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു സിനഗോഗിൽ നിന്നും എഴുന്നേറ്റ് ശിമിയോൻ്റെ വീട്ടിലേക്ക് പോയി. ശിമിയോൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. യേശു അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോഴും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈകൾ വെച്ച് യേശു അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും പിശാചുകൾ വിട്ടുപോയി. യേശു അവയെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് യേശു അവയെ സംസാരിക്കുവാൻ അനുവദിച്ചില്ല. പ്രഭാതമായപ്പോൾ യേശു ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം യേശുവിനെ അന്വേഷിച്ചെന്നു. തങ്ങളെ വിട്ട് പോകരുതേ എന്ന് അവർ യേശുവിനെ നിർബന്ധിച്ചു. എന്നാൽ യേശു പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. യേശു യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാവട്ടെ. ആമേൻ. നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അപേക്ഷകളെയും ലഭിച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും കൃതജ്ഞതയോടെ ഈ സമയം ഓർത്ത് കർത്താവിൻ്റെ വിശുദ്ധമായ ബലിപീഠത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്നേ ദിനം ജന്മദിനം, വിവാഹ വാർഷികം ആചരിക്കുന്നവരെയും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരെയും പുതിയ സംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കുന്നവരെയും ഈ ദിവസം ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അഡ്മിഷന് വേണ്ടി ഒരുങ്ങുന്നവരെയും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരെയും ഓപ്പറേഷൻ വിധേയരാവുന്നവരെയും നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കടബാധ വിഷമിക്കുന്നവർ, ബിസിനസ്സിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ള എല്ലാവർക്കും ആരോഗ്യത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശ സ്വദേശത്തുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും നമ്മുടെ അയൽവക്കക്കാരെയും ബന്ധുമിത്രാദികളെയും ഉപകാരികളെയും സഹപാഠികളെയും സഹപ്രവർത്തകരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കൾ നന്നായി പഠിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. തിരുയാഗദ്രവ്യമായി എൻ ജീവിതം നാഥനേക കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. ബലിവേദിയിങ്കൽ തിരുയാഗദ്രവ്യമായി എൻ ജീവിതം നാഥനേക കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ.
പ്രിയ സഹോദരങ്ങളെ, നന്ദി സമർപ്പിക്കുന്ന ഈ ദിവ്യയാഗം പരമപിതാവായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്ക് എപ്പോഴും രക്ഷയുടെ അനുഗ്രഹം ചൊരിയട്ടെ. അങ്ങനെ ദിവ്യ സ്നേഹത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാവട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്നും ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാനകരുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചും അങ്ങേ തിരുവുള്ള നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ജനത്തെ അങ്ങയ്ക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി
അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി ചേർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ തിരുപതീശ്വരനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും എല്ലാ മെത്രാന്മാരോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അപ്പോസ്തല ഗണത്തോടും കാലാകാലങ്ങൾ പ്രസാദിപ്പിച്ച സകല വിശുദ്ധന്മാരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും ദൈവത്തന്നെ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രാർത്ഥന നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൾ വിരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ, സമാധാനം അരുളണമേ. അനുഗ്രഹപൂർണ്ണ പ്രത്യാശയും രക്ഷണ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെല്ലായ്പ്പോഴും പാപത്തിന് മോചിതരാവുകയും എല്ലാവിധ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും മഹാമാരിയിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേയും
അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ, ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്കും ഞങ്ങളുടെ ഈ സമൂഹത്തിനും ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും സ്നേഹവും സമാധാനവും ഐക്യവും ഐശ്വര്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹത്തോട് സ്തുതി പറഞ്ഞ് സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, സൗഖ്യം നൽകുന്ന ഈശോനാഥൻ. ഈ ദിവ്യനാഥൻ്റെ വിരുന്നിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഏവരും അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ ഒരു നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരർ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ പ്രചോദിതരാക്കപ്പെടുമ്പോഴുമെല്ലാം സ്നേഹത്തിന് ഈ ഭോജ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥിരീകരിക്കുമാറാവട്ടെ. കർത്താവെ, അങ്ങ് നൽകിയിരിക്കുന്ന ഈ ദിനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും നമ്മുടെ ഓരോ കുടുംബത്തെയും നമ്മുടെ നാടിനെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. സൃഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരേണേ. സൃഷ്ടികളാം ഇവരിൽ വരേണേ. നിന്റെ പ്രസാദം തരേണേ. ദീപങ്ങളാമിന്ദ്രിയങ്ങൾ
ശത്രുവിന്നണികൾ തകർക്കാൻ ആരിൽ ശക്തിയാർജിച്ചിടും ഞങ്ങൾ. ദൈവപിതാവിനും സുതനും മൂന്നാമനാകുമങ്ങേക്കും സ്തുതിയായിരിക്കട്ടെ എന്നും എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഏകസുതനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ മാതാവായ മറിയത്തെ ഞങ്ങളുടെയും അമ്മയായി കുരിശിൻ ചുവട്ടിൽ വച്ച് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ അമ്മയുടെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ ജപം ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ വല്ലാർപാടത്തമ്മേ, ഓ വല്ലാർപാടത്തമ്മേ, കാരുണ്യവതിയായ രാജ്ഞി, കാരുണ്യവതിയായ രാജ്ഞി, വിമോചകനാഥേ, വിമോചകനാഥേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ മക്കളായ ഞങ്ങൾ ഇതാ അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ അണഞ്ഞിരിക്കുന്നു. വിനയത്തിന്റെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും നിറകുടമായ അമ്മേ, ദൈവാത്മാവിന്റെ പ്രചോദനങ്ങളോട് സഹകരിക്കുവാനും സകലരെയും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞങ്ങൾക്ക് വരം നൽകണമേ. ദൈവപുത്രനായ യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്ത അമ്മേ, അങ്ങേ തിരുക്കുമാരന്റെ തിരുഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് യേശുവിന്റെ അത്ഭുതകരമായ സഹായം നേടിക്കൊടുത്ത മധ്യസ്ഥേ, പാപികളും ദരിദ്രരും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തോടും പ്രാർത്ഥനാ ചൈതന്യത്തോടും സേവന തൽപരതയോടും ത്യാഗമനോഭാവത്തോടും കൂടെ കുടുംബജീവിതം നയിച്ച അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെ സ്നേഹിച്ചും ആദരിച്ചും അംഗീകരിച്ചും പ്രോത്സാഹിപ്പിച്ചും അവരുടെ കഴിവുകൾ വളർത്തിയും കുറവുകൾ നികത്തിയും ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം താല്പര്യപൂർവം ശ്രവിക്കുവാനും സന്തോഷത്തോടെ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. അപകടസന്ധിയിൽ ആയിരിക്കുന്നവർക്ക് അഭയമായ വല്ലാർപാടത്തമ്മേ, അങ്ങയുടെ സഹായം യാചിക്കുന്ന സകലരെയും അങ്ങ് കനിവോടെ കടാക്ഷിക്കണമേ. ജലത്തിൽ യാത്ര ചെയ്യുന്നവരെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അങ്ങ് സംരക്ഷിക്കണമേ. വല്ലാർപാടത്തമ്മേ, അമ്മയുടെ സഹായം തേടി വരുന്ന എല്ലാവരെയും അങ്ങേക്ക് അടിമ സമർപ്പണം നടത്തുന്ന സകലരെയും ആശീർവദിക്കണമേ. പാപത്തിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവം അറിയമേ, ആഴമായ വിശ്വാസത്തോടെ അങ്ങേ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അങ്ങേ ദിവ്യപുത്രന് അങ്ങേ ദിവ്യപുത്രന് സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് നേടിത്തരണമേ. ഞങ്ങളും അങ്ങയെ പോലെ ജീവിച്ച് അങ്ങയോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും കൂടെ സ്വർഗീയ പിതാവിനെ നിത്യം വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയ സഹോദരരെ, ആവശ്യ നേരങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും അഭയമായ വല്ലാർപാടത്തമ്മയുടെ സവിശേഷ മധ്യസ്ഥം വഴി നമ്മുടെ യാചനകൾ കാരുണ്യവാനും സ്നേഹപിതാവുമായ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ അഭിമന്യ മെത്രാപ്പോലീത്ത ജോസഫ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ അരൂപിയാൽ നിറച്ച് ദൈവജനത്തെ നയിക്കുന്നതിന് പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനസ്നാനം വഴി അങ്ങേ മക്കളായി തീർന്നവരെല്ലാം സുവിശേഷ ആദർശങ്ങൾക്കും ദൈവപ്രമാണങ്ങൾക്കും സഭാപ്രബോധനങ്ങൾക്കും അനുസൃതമായി ജീവിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. അനീതിയും അക്രമവും കൊണ്ട് പരസ്പരം കലഹിച്ചു കഴിയുന്ന ജനപദങ്ങളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവരും തൊഴിലിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും തൊഴിൽ രംഗങ്ങളിൽ സൗഹൃദവും സഹകരണ മനോഭാവവും വളർത്തുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും വളർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, രോഗങ്ങളാലും മാനസിക വ്യഥകളാലും ക്ലേശിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അങ്ങ് സാന്ത്വനവും സൗഖ്യവും പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കര, കടൽ, ആകാശമാർഗങ്ങളിൽ യാത്ര ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണമടഞ്ഞ എല്ലാവരും അങ്ങേ കൃപയാൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാസ്വരൂപനായ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങൾ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ്റെ യോഗ്യതകളാൽ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് തന്നിരളണമേ. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരുണയും സ്നേഹവും നിറയുന്നൊരമ്മേ, വല്ലാർപാടത്തമ്മേ, നിൻ മുൻപിൽ നിൽക്കുമീ അടിമകൾ ഞങ്ങളിൽ വരമാരി ചൊരിയണമേ. അമ്മയ്ക്കും കുഞ്ഞിനും ആയലിൻ ആഴത്തിൽ അഭയം നീ നൽകിയല്ലോ. അമ്മേ, അഭയം നീ നൽകിയല്ലോ. അഴലിൻ്റെ കായലിൽ കേടുന്ന മക്കൾക്ക് അഭയമായി തീരണമേ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ,
ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരരുടെയും ശാരീരികവും മാനസികവുമായ സർവ്വവിധ രോഗങ്ങളും കുറവുകളും അവ മൂലമുണ്ടാകുന്ന വേദനകളും നഷ്ടങ്ങളും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം മനസ്സിലാക്കുവാനും അങ്ങേ ദിവ്യപുത്രൻ്റെ കരസ്പർശനത്താൽ ഞങ്ങൾ അതിവേഗം സുഖം പ്രാപിച്ച് ജീവിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ അനുഗ്രഹങ്ങൾ അങ്ങേ വത്സലപുത്രൻ്റെ മാതാവും ഞങ്ങളുടെ മധ്യസ്ഥയുമായ വല്ലാർപാടത്തമ്മ വഴി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ആശീർവാദത്തിനായി ശിരസ് നമിക്കുവിൻ. പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവീശോ മിശിഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ശക്തരാക്കുവാൻ നിങ്ങളിൽ സന്നിധി ചെയ്യട്ടെ. നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കാവൽക്കാരനായി നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇറങ്ങുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. ആമേൻ.